ഇസ്രായേലുമായി ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഹമാസിന്റെ ലീഡർഷിപ്പ്, ആ ലീഡർഷിപ്പ് അതിൽ കൊല്ലപ്പെട്ട അതിന്റെ നേതാക്കൾ രക്തസാക്ഷികളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ലോകം അങ്ങനെയാണ് കാണുന്നത്. അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ലക്ഷോപലക്ഷം ജനങ്ങൾ പങ്കെടുത്ത വലിയ പ്രതിഷേധ സംഗമങ്ങൾ നമ്മൾ കണ്ടതാണ്. അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലും നടത്തിയിട്ടുണ്ട്. ആ അമേരിക്കയിൽ അതിന് ലീഡർഷിപ്പ് തന്നെ കൊടുത്തത് ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രവർത്തകരാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മുഴുവനും ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട് പലസ്തീനു വേണ്ടി. യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, ഫാർ ഈസ്റ്റ് രാജ്യങ്ങളിലുണ്ട്. ഇനി എവിടെയാ ബാക്കിയുള്ളത്? അതുകൊണ്ട് ലോകത്ത് എവിടെയും ഇസ്രായേലിന് അനുകൂലമായിട്ട് എവിടെയെങ്കിലും ഒരു പ്രകടനം നടത്തണം. എവിടെയെങ്കിലും ഇത് കാണിച്ചു തരാൻ പറ്റുമോ? മുസ്ലിങ്ങൾ 1% പോലും ഇല്ലാത്ത രാജ്യമുണ്ട്. ആ ഫിൻലാൻഡ്, അവിടെ പോലും പലസ്തീൻ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് റാലി നടന്നിട്ടുണ്ട്. എന്തായാലും കാരണം ഹമാസിന് വേണ്ടി കേരളത്തിലെ ചില പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോ സ്വാതന്ത്ര്യ സമരം ആയതുകൊണ്ടാണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഷാഫി ചാലിയത്തിന്റെ വാദം. എന്തുകൊണ്ട് കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യൻ പട്ടാളത്തിന് വേണ്ടി ഇവിടെ വ്യാപകമായി പള്ളികളിൽ പ്രാർത്ഥന നടന്നില്ല? ഇന്ത്യ പലതവണ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒന്നും തന്നെയും ഇതുപോലെ പള്ളികളിൽ വെച്ചിട്ട് ആരാധന നടത്തിയോ? ഒന്ന്. ഇപ്പൊ ഇസ്ലാമിക ഭീകര സംഘടനകൾ ലോകത്ത് എല്ലായിടത്തും ഒരേ ശൈലിയിലാണ് പ്രവർത്തിക്കുന്നത്. താന്താങ്ങൾ ചെയ്യുന്ന നൃശംസതയെ, തെമ്മാടിത്തരത്തെ, ക്രൗര്യത്തെ എല്ലാം എന്താ പറയാ പോരാട്ടമായിട്ട് ചിത്രീകരിക്കുക, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരമായിട്ട് ചിത്രീകരിക്കുക. നമ്മുടെ നാട്ടിൽ നമുക്ക് നേരിട്ട് അനുഭവം ഉണ്ടല്ലോ. 1921 ക്രൂരമായ മാപ്പിള ലഹളയെ ഇവർ വിശേഷിപ്പിക്കുന്നത് സ്വാതന്ത്ര്യ സമരമായിട്ടാണ്. പക്ഷേ ബ്രിട്ടീഷ് റെക്കോർഡ്സ് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് മത അടിസ്ഥാനത്തിലുള്ള ഒരു എത്നിക് ക്ലെൻസിങ് ആയിരുന്നു എന്ന്. ഇത് വംശഹത്യയായിരുന്നു, ഹിന്ദു വംശഹത്യയായിരുന്നു അത്. 1921 ക്രൂരമായ മാപ്പിള ലഹളയെ പോലും പോരാട്ടമായിട്ടും സ്വാതന്ത്ര്യ സമരമായിട്ട് ചിത്രീകരിക്കുന്നു. ബ്രിട്ടീഷുകാരോട് പോരാടുന്നത് എന്തിനാണ് ഈ നാട്ടിലെ ഹിന്ദുക്കളെ കൊല്ലുന്നത്? ചട്ടമ്പിയായി ജനിച്ചു പോയി. ഭീകരവാദികൾക്കായി നടന്ന പ്രാർത്ഥനാ സംഗമം. ആ സംഭവത്തിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്.